ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. സങ്കീർത്തകനായ ദാവീദ് തന്റെ പ്രത്യാശ കർത്താവിനോട് ഏറ്റുപറയുകയാണ്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കും പ്രത്യാശയോടെ ഈ വചനം ഏറ്റുപറയാം. ഇന്ന് പ്രത്യേകമായി നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരിലെല്ലാം ശക്തിപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കുടുംബമായി നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവോ അവിടെ അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു, അത്ഭുത വിടുതലുകൾ ഉണ്ടാകുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിന് അഭിഷേകമായി കടന്നു വരികയ, ശക്തിയുടെ അഭിഷേകമായി, അഗ്നിയുടെ അഭിഷേകമായി, വിശുദ്ധിയുടെ അഭിഷേകമായി നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ പോവുകയാണ്. കം ഹോളി സ്പിരിറ്റ്. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആനന്ദമുള്ളവരായി നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. യേശുനാഥന്റെ വാഗ്ദാനമേ, സ്വർഗീയ ചൈതന്യമേ. ചേർന്ന് പാടാം. യേശുനാഥന്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചു പാടുന്നു. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയായി, സൗഖ്യമായി, അഭിഷേകമായി വരണമേ. ശക്തിധനാഭിഷേകം, അഗ്നിധനാഭിഷേകം, വിശുദ്ധിധനാഭിഷേകം, ദാസരിലേഖണമേ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് പകരുന്ന അഭിഷേകത്തിന് വേണ്ടി? എങ്കിൽ ആഗ്രഹിച്ചു പാട്. കർത്താവേ, പകരുക, പകരുക. കാലഘട്ടത്തിന് അഭിഷേകത്താൽ ഞങ്ങളെ നയിക്കുക കർത്താവേ. ശ്രീഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം നൽകണം. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. ശക്തിധനാഭിഷേകം, അഗ്നിധനാഭിഷേകം, വിശുദ്ധിധനാഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയോടെ കരമടിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പാടി ആരാധിക്കേ. കർത്താവേ, ഈ സമയം അനേകരെ ശക്തിപ്പെടുത്തുക, അനേകം കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക. എല്ലാവരും ചേർന്ന് ശക്തിധനാഭിഷേകം, അഗ്നിധനാഭിഷേകം, വിശുദ്ധിധനാഭിഷേകം, ദാസരിലേഖണമേ, ദാസരിലേഖണമേ. എല്ലാവരും ചേർന്ന് പാടി ദാസരിലേഖണമേ. ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ ഉയർത്തി വലിയ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്ക്. കർത്താവായ യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ രാജാവേ, പരിശുദ്ധാത്മ നിറവിനായി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വരിക പരിശുദ്ധാത്മാവേ. ഈ സ്തുതി ആരാധനയിൽ വിശുദ്ധി പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ മേൽ ശക്തിയായി വരിക, കൃപയായി വരിക, സൗഖ്യമായി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പാപബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടിക്ക പരിശുദ്ധാത്മാവേ. നിരാശയുടെ അടിമത്തത്തിൽ നിന്ന് അനേകം ആയിരങ്ങളെ വിമോചിപ്പിക്കുക. സ്വർഗത്തിന്റെ സമാധാനത്താൽ, സ്വർഗത്തിന്റെ ആനന്ദത്താൽ ഓരാത്മാക്കളെയും വിശുദ്ധീകരിക്കുക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിലായിരിക്കുന്നവരെ നിങ്ങൾ വലിയ ദാഹത്തോടെ കരമുയർത്തി വിളിക്ക്, യേശുവിനെ വിളിക്ക്, വിശ്വാസത്തോടെ വിളിക്ക്. യേശുവേ, അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളെ സ്ഥിരീകരിക്കണമേ. രോഗികൾ അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. മാറാ രോഗികൾ സുഖപ്പെടട്ടെ. മാറാ വ്യാധികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. Heal, heal, heal now Jesus. Hallelujah, hallelujah, hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ, പരിശുദ്ധാത്മാവിന്റെ ആത്മീയ കർത്താവേ, കരം നീട്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. Lord bless, bless, bless. 10,000 അഭിഷേകം പ്രാപിക്കട്ടെ. ഇത് അനേക മക്കളെ കർത്താവ് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇത് കൃപയുടെ സമയം, സൗഖ്യത്തിന്റെ സമയം, അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സമയം. Lord touch, touch Lord. ദുഃഖിച്ചിരിക്കുന്നവരെ, വേദനിച്ചിരിക്കുന്നവരെ, ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ അനുഭവിക്കുന്നവരെ ഈ സമയം പരിശുദ്ധാത്മാവിൽ ബലപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord release, release, release. കർത്താവേ, ശക്തി പകരുക, ശക്തി പകരുക. അനേകരെ ബലപ്പെടുത്തുക. വചനമയച്ച് പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തുക. Bless, bless, bless. Hallelujah, hallelujah. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അനേകായിരങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിനായി ദാഹിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് സംതൃപ്തരാകുക എന്ന സന്ദേശമാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഈ വചനത്തിലൂടെ എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് കർത്താവ് സംസാരിക്കുന്നത്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർക്ക് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സംതൃപ്തിയുടെ ദൈവമാണ്. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാം വചനത്തിൽ വചനപ്രകാരം പഠിപ്പിക്കുകയാണ്: വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ദൈവം സംതൃപ്തരാക്കി. അപ്പൊ നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള കർത്താവിന്റെ തിരുഹിതം എന്താ? കർത്താവിന്റെ മക്കളായ ദൈവജനമായ നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, സാഹചര്യങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കുവാനായി കർത്താവ് ആഗ്രഹിക്കുകയാണ്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:12 വീണ്ടും വചനം പ്രഖ്യാപിക്കുന്നു. അവിടെ 5 അപ്പവും 2 മീനും കൊണ്ട് ആയിരങ്ങളെ കർത്താവ് തീറ്റിപ്പൊട്ടുകയാണ്. വചനം പറയുകയാണ്: അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ വയറു നിറയെ മതി വരുവോളം കർത്താവ് ആഹാരം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുകയാണ്. ദൈവവചനം ഉടനീളം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്: നമ്മുടെ കർത്താവ് സംതൃപ്തിയുടെ ദൈവമാണ്. അവന്റെ മക്കളായ, അവന്റെ ജനമായ നമ്മൾ ഓരോരുത്തരും ഈ ലോക ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആധുനിക ലോകത്തിൽ ഇന്ന് മനുഷ്യർ നേരിടുന്ന
ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്നിലും സംതൃപ്തി അനുഭവിക്കാൻ പറ്റുന്നില്ല. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങൾ വരുന്നതിന് മുൻപ് നിന്റെ കർത്താവിനെ നീ ഓർക്കുക. എത്ര കൃത്യമാണ് ഈ വചനം! ഈ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമായ ദൂതാണിത്. ഇന്ന് അനേകര് അസംതൃപ്തരാണ്. കുടുംബജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, സമർപ്പിത ജീവിതത്തിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുള്ള ബന്ധത്തിലെല്ലാം ഇന്ന് അനേകം വ്യക്തികള് അസംതൃപ്തരാണ്. ഇന്ന് അനേകരോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, സഹോദര എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പലരും പറയുന്നൊരു കാര്യം, ഇങ്ങനെ പോണു ഉന്തി ഇങ്ങനെ പോവാണ്. ചിലരെങ്കിൽ ഇപ്രകാരം പറയാറുണ്ട്, ജനിച്ചു പോയില്ലേ, ഇനി ജീവിക്കാതിരിക്കാൻ പറ്റൂ. അനേകരുടെ മനോഭാവം ഇതാ, ഈ ലോകത്തിൽ ജനിച്ചു പോയില്ലേ, ഇനി ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മരണം വരെ ഇങ്ങനെ പോണ്ടേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുന്നവരല്ല, നമ്മുടെ യേശു ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വലിയ ആത്മീയ ദർശനത്തിലോട്ട് നമ്മൾ വരണം. ഇന്ന് നമുക്കറിയാം, കുടുംബജീവിതത്തിൽ വിവാഹേതര ബന്ധങ്ങൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ സംതൃപ്തി അനുഭവിക്കാൻ പറ്റുന്നില്ല. കുടുംബജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയിലും ഇതുപോലെ അനേകർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് കർത്താവിന്റെ വചനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും താഴ്മയോടെ ആയിരിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, ഈ മെസ്സേജ് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് എന്റെ കുടുംബജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന എന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഞാൻ സംതൃപ്തനാണോ? എന്റെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ സംതൃപ്തനാണോ? മാതാപിതാക്കളെന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇന്ന് സംതൃപ്തരാണോ? വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെ ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 8-ാം വചനത്തിൽ വളരെ വ്യക്തമായി വചനം പഠിപ്പിക്കുകയാണ്, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഇന്ന് അനേകരെ നിരാശരായിരിക്കുന്നതിന് കാരണം ഇല്ലായ്മകളിലേക്ക് നോക്കി അവർ അസ്വസ്ഥരാവുകയാണ്. ഇല്ലാത്തതിനെ ഓർത്താണ് ഇന്ന് നമ്മുടെ ഒക്കെ ദുഃഖം. എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് ആ കാര്യമില്ല, ഈ കാര്യമില്ല. ഇങ്ങനെ ഇല്ലായ്മകളെ നോക്കി നമ്മൾ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ പരിഭവപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്കിൽ പ്രിയമുള്ളവരെ, എന്തുമാത്രം നന്മകൾ ദൈവം നമുക്ക് തന്നു, എന്തുമാത്രം സാധ്യതകൾ തന്നു, എന്തുമാത്രം നല്ല ആരോഗ്യം തന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സംഖ്യയുടെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 11-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം, നമുക്കറിയാം, കർത്താവിന്റെ പരിപാലനയും ദൈവികമായ കരുതലും ഇതുപോലെ അനുഭവിച്ചറിഞ്ഞ മറ്റൊരു ജനത ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ജനത്തിന് എന്താ പറ്റിയത്? ദൈവം നൽകിയ ഈ നന്മകളിലൊന്നും അവർ സംതൃപ്തരായില്ല. ഇത് തന്നെയാണ് ഇന്ന് എന്റെയും നിങ്ങളുടെയും വിഷയം. ഇല്ലാത്തതിനെ ഓർത്ത് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വചനത്തോടെ എന്താ ദൈവത്തിന് ആത്മാ പഠിപ്പിക്കണേ? ഇസ്രായേൽ ജനത്തിനിടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾക്ക് അടിമകളായി. 4-ാം വചനത്തിൽ പറയാണ്, അതുകൊണ്ട് ഇസ്രായേലിനും സങ്കടം പറയാൻ തുടങ്ങി. സങ്കടം പറച്ചിലും പരാതി പറച്ചിലും പരിഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നതിന്റെ പ്രധാന കാരണം, എന്റെ പ്രിയ ദൈവ പൈതലേ, സംതൃപ്തിയില്ലായ്മയാണ്. ഉള്ളതിനെ ഓർത്ത് നന്ദി പറ കർത്താവിനെ. നൽകിയ നന്മകളെ ഓർത്തുന്ന ആനന്ദിക്ക്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഉന്നതമായ പരിപാലന അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇസ്രായേലിൽ എന്താ സങ്കടം പറഞ്ഞെന്നറിയോ? ഞങ്ങൾക്ക് ആരാണ് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ ഞങ്ങൾക്ക് വെറുതെ കിട്ടിയിരുന്ന വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമനുള്ളി, വെള്ളുള്ളി, ഇതൊക്കെ വചനത്തിലുള്ള കാര്യമാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കണം. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 5-ാം വചനത്തിൽ പറയും, ഇസ്രായേൽക്കാര് പറയാ, ഞങ്ങൾക്ക് ആരാ ഭക്ഷിക്കാൻ മാംസം തരിക? നല്ല മീൻകറി എവിടുന്ന കിട്ടുക?
ഈജിപ്തിൽ ഞങ്ങൾക്ക് വെറുതെ കിട്ടിയിരുന്ന മത്തങ്ങ, സവോള, വെള്ളരിക്ക, ചെമന്നുള്ളി, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഈ മന്നയല്ലാതെ വേറൊന്നും കിട്ടാനില്ല. ദൈവം നൽകിയ ആ ഉന്നതമായ നന്മകളെ അവർ അവഹേളിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. എന്നിട്ട് അവർ സങ്കടം പറയാൻ തുടങ്ങി. ഇത് നമ്മുടെ അനുഭവമാണ്. പ്രിയ സഹോദര, ഇന്ന് നിന്റെ ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പുറകോട്ട് നീ തിരിഞ്ഞു നോക്കുക. പ്രിയ സഹോദരി, ഉള്ളതിനെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധിയുടെ ഏറ്റവും ഉന്നതമായ തെളിവെന്ന് പറയുന്നത് നമ്മൾ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ കുറെ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, കൗതാശിക ജീവിതം നയിക്കുന്നത് മാത്രമല്ല, വിശുദ്ധിയുടെ ഏറ്റവും പ്രകടമായ അടയാളം എന്ന് പറയുന്നത് സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലോട്ട് നമുക്ക് വരാം. പൗലോസ്ലീഗയുടെ ജീവിതം എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഒരു പട്ടിണി പാവമായി ജനിച്ചവനല്ല പൗലോസ്ലീഗ. ഉന്നത കുലജാതനാണ്. വളരെ സാമ്പത്തികമായി ഉയർന്നൊരു കുടുംബത്തിൽ ജനിച്ചവനാ പൗലോസ് അപ്പോസ്തലൻ. ഒരു കോടീശ്വര പുത്രനായിരുന്നു. എന്നാൽ പൗലോസ്ലീഗ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, തന്റെ ജീവിതം പൂർണ്ണമായും കർത്താവിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, പൗലോസ്ലീഗ പറയുന്നൊരു കാര്യമുണ്ട്. ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. നമ്മെ നോക്കിക്കൊണ്ട പൗലോസ്ലീഗ ഇത് പറയുന്നത്, നിങ്ങളെ എല്ലാവരേക്കാൾ കൂടുതൽ അഭിമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഇത് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ തനിക്ക് അഭിമാനിക്കുവാൻ വകയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് നിരത്തുകയാണ്. പൗലോസ്ലീഗ പറയാ, ഇതിലൊന്നും ഞാൻ അഭിമാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉന്നത കുലജാതനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-12 വചനങ്ങളിലോട്ട് വരുമ്പോൾ വളരെ വ്യക്തമായി പൗലോസ്ലീഗ പറയാ, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് നിങ്ങളോട് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഞാൻ പരിശീലിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ഈ ഒരു അഭിഷേകമാണ്. എവിടെയും ഏത് സാഹചര്യത്തിലും പരാതി പറയാതെ, പരിഭവം പറയാതെ, ഉള്ള നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നവർക്കാണ് ഈ ലോക ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നത്. ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു സമർപ്പിത എന്ന നിലയിൽ, ഒരു ബഹുമാനപ്പെട്ട വൈദികൻ എന്ന നിലയിൽ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ കൃത്യതയോടെ, വിശ്വസ്തയോടെ ആരൊക്കെ നിറവേറ്റുന്നുവോ അവരുടെ ജീവിതത്തിലാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. ഇന്ന് അനേകർ നിരാശിതരാണെങ്കിൽ, ഇന്ന് അനേകർ അസംതൃപ്തരാണെങ്കിൽ, ഇന്ന് അനേകർ ദുഃഖിതരാണെങ്കിൽ അതിന്റെ കാരണം കർത്താവ് നൽകിയ ദൗത്യം അവർ വിശ്വസ്തയോടെ നിറവേറ്റുന്നില്ല. പൗലോസ് പറയാ, ഏത് സാഹചര്യത്തിലും എനിക്ക് സംതൃപ്തിയോടെ ജീവിക്കാൻ പറ്റും. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയുടെ ഏറ്റവും പ്രകടമായൊരു അടയാളം. പലപ്പോഴും നമ്മൾ വിശുദ്ധി എന്ന് പറയുമ്പോൾ, വിശുദ്ധിയുടെ അടയാളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്ന പ്രാർത്ഥന, തുടർച്ചയായ ഉപവാസങ്ങൾ, വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടുള്ള മറ്റു പല കാര്യങ്ങൾ, ഇതൊക്കെ 100% ശരിയാ. എന്നാൽ സംതൃപ്തി ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. കാരണം നമ്മുടെ കർത്താവിന്റെ സ്വഭാവം അവൻ സംതൃപ്തിയുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ഈ സംതൃപ്തി ഇല്ലായ്മയാണ് പിശാച് ഇന്ന് മുതലെടുക്കുന്നത്. ഇന്ന് അനേകം ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ പിശാച് അടിസ്ഥാനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, അനേകം ജീവിതങ്ങളിൽ സാത്താൻ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം സംതൃപ്തിയില്ലായ്മയാ. ഞാൻ അനേക സഹോദരനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ കള്ളു കുടിക്കണേ? അവര് പലരും എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം, സഹോദര, മദ്യം കഴിക്കുമ്പോൾ ഒരു ചെറിയ തൃപ്തിയുണ്ട്, ഒരു സംതൃപ്തിക്ക് വേണ്ടിയാ. വേറെ ചില വ്യക്തികളെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നു, വഴിവിട്ട ലൈംഗികതകളിലേക്ക്, മ്ലേച്ഛതകളിലേക്ക്. മറ്റു ചിലര് സംതൃപ്തി കിട്ടാൻ വേണ്ടി സിനിമകളും സീരിയലുകളും ഇങ്ങനെ ഇരുന്ന് കണ്ട് തൃപ്തി അടയുന്നു. വേറെ കുറെ മനുഷ്യര് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, കളിയാക്കി, പരിഹസിച്ച്, മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ്, വിമർശിച്ച് സ്വയം സംതൃപ്തി കണ്ടെത്തുന്നു. സംതൃപ്തി ഇല്ലാത്ത അവസ്ഥയാണ് മോഹം എന്ന് പറയുന്നത്. മോഹങ്ങൾ നമ്മൾ രൂപപ്പെടുന്നത് എപ്പോഴാ? സംതൃപ്തി ഇല്ലാതെ വരുമ്പോഴാണ്.
ഈ മോഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുമ്പോൾ പിശാച് ആ മോഹങ്ങൾ നിറവേറ്റുവാനുള്ള സജഷൻസുമായി, നിർദ്ദേശങ്ങളുമായിട്ട് വരും. കുടുംബ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തവരെ ഇതാ പരസ്ത്രീ ബന്ധത്തിലേക്ക്, പരപുരുഷ ബന്ധത്തിലേക്ക് പിശാച് നയിക്കുന്നു. അവളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഇവനെ ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ. അവളുടെയും അവന്റെയും സൗന്ദര്യത്തിന്റെ പുറകെ ഇത് അനേകര് പരക്കം പായുകയാണ്. കാരണം എന്താ? സംതൃപ്തിയില്ല, അങ്ങോട്ട് മോഹമുദിച്ചു. ഈ മോഹത്താൽ ഇന്ന് അനേകം വ്യക്തികളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചില പുൽച്ചാടി കണ്ടിട്ടില്ല? പുൽച്ചാടിയെ പോലെ ഒരു ചാട്ടം അങ്ങോട്ട്, ഒരു ചാട്ടം ഇങ്ങോട്ട്, ഇങ്ങനെ ചാടി ചാടി മാറി മാറി നടക്കുക. എവിടുന്ന സംതൃപ്തി കിട്ടുക? എവിടുന്ന സംതൃപ്തി കിട്ടുക? എവിടുന്ന സംതൃപ്തി കിട്ടുക? പ്രിയപ്പെട്ടവരെ, നമുക്ക് സംതൃപ്തി നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലോട്ട് വാ, 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങൾക്ക് അനുസൃതമായി വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. പിശാച് കുടുക്കിക്കളയ. ഇന്ന് അനേകരെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുക ഈ ദുർമോഹങ്ങളാൽ. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ, സംതൃപ്തിയുള്ള ജീവിതങ്ങളെ തൊടുവാൻ പിശാചിന് കഴിയുകയില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ബി കണ്ടന്റ്, ഡോണ്ട് കംപ്ലൈന്റ്. സംതൃപ്തരാകുക. പരാതിയും പരിഭവവും സങ്കടം പറച്ചിലും ഉപേക്ഷിച്ചുകൊണ്ട് പരിപൂർണമായൊരു സമർപ്പണത്തിലോട്ട് വരിക. കർത്താവേ, അങ്ങ് നൽകിയ സാഹചര്യങ്ങളെ ഓർത്ത്, എന്റെ കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, തൊഴിലിനെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത്, നീ എനിക്ക് നൽകിയ ജീവിത അന്തസ്സിനെ ഓർത്ത് എല്ലാം ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു അനോയിന്റിങ് നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. നിങ്ങളെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.